അൺഅക്കാഡമി കേരള PSC 10th ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരുക്കുന്നു നേട്ടം എ 30-day ക്രാഷ് കോഴ്സ് ഫോർ 10th ലെവൽ പ്രിലിംസ്. 30 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിലെ മുഴുവൻ ടോപ്പിക്സും കവർ ചെയ്യാൻ കഴിയും. നിങ്ങളെ വിജയത്തിലെത്തിക്കാൻ അൺഅക്കാഡമിയുടെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ എൻറോൾ ചെയ്യൂ. ഓരോ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. നാച്ചുറൽ സയൻസ് ഷാഫി തോംസൺ, ഫിസിക്കൽ സയൻസ് ജാഫർ സാദിഖ്, ഫാക്ട്സ് അബൌട്ട് കേരള മുഹമ്മദ് റോഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാജ മുഹമ്മദ്, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ രാഹുൽ ചന്ദ്രൻ, കറണ്ട് അഫയേഴ്സ് സതീഷ് കുമാർ, മാത്സ് ഇസ്മായിൽ കാലടി. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡിസംബർ 28 ആരംഭിക്കുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ മറക്കാതെ എൻറോൾ ചെയ്യൂ. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് പാസ് ചെയ്യൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. മത്സര പരീക്ഷകളെ സധൈര്യം നേരിടുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അൺഅക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മെമ്മറി കോഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കോഴ്സിൽ 10ാമത്തെ ലെസനാണ് ഞാനിവിടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ കോഴ്സിന് നിങ്ങൾ നൽകിയ സ്വീകാര്യത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം, ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ ആദ്യമായി തന്നെ രേഖപ്പെടുത്തുകയാണ്. നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കോഡിലൂടെ പഠിക്കാൻ പോകുന്നതെന്ന്. എല്ലാ ക്ലാസ്സിലും തുടക്കത്തിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഈ കോഡ് നിങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഫോളോ ചെയ്യരുത്. നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള ഫാക്റ്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇത് റീറൈറ്റ് ചെയ്യാനും നിൽക്കരുത്. ആദ്യമായി കേൾക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇത് ഉപകാരപ്പെടുക. പഠിച്ചത് മറ്റൊരു തരത്തിൽ കൂടി കേട്ടതിന് ശേഷം രണ്ടും കൂടി കണക്ട് ചെയ്ത് കൺഫ്യൂഷൻ ആവരുത് എന്നുള്ളതും കൂടി ഞാൻ ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഭാരതരത്ന ലഭിച്ച 5 സ്ത്രീകളുടെ പേരുകളാണ് നമ്മൾ ഇന്നൊരു കോഡിലൂടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. കോഡിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ എന്താണ് ഫാക്റ്റുകൾ എന്നുള്ളത് മനസ്സിലേക്ക് ഊട്ടിയുറപ്പിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ കോഡിലേക്ക് പോകാൻ പാടുള്ളൂ. മദർ തെരേസ, അരുണ ആസിഫ് അലി, MS സുബ്ബലക്ഷ്മി, ഇന്ദിരാഗാന്ധി, ലതാ മങ്കേഷ്കർ, ഇവർക്കാണ് ഭാരതരത്ന ലഭിച്ചിട്ടുള്ളത്. 5 സ്ത്രീകൾ ഇവരൊക്കെയാണ്. മദർ തെരേസ, അരുണ ആസിഫ് അലി, MS സുബ്ബലക്ഷ്മി, ഇന്ദിരാഗാന്ധി, ലതാ മങ്കേഷ്കർ. മദർ തെരേസ, അരുണ ആസിഫ് അലി, MS സുബ്ബലക്ഷ്മി, ഇന്ദിരാഗാന്ധി, ലതാ മങ്കേഷ്കർ. ഈ പേരുകൾ ഒരു 10 തവണയെങ്കിലും ഉരുവിട്ട് മാറിപ്പോകാത്ത രീതിയിൽ മനസ്സിലേക്ക് എടുത്താൽ വളരെ സിമ്പിളായിട്ട് മസിൽ എന്ന് പറയുന്ന ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഭാരതരത്ന ലഭിച്ച 5 സ്ത്രീകളുടെ പേരുകൾ നമുക്ക് പഠിക്കാവുന്നതാണ്. ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രമേ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. M ഫോർ മദർ തെരേസ, A ഫോർ അരുണ ആസിഫ് അലി, സുബ്ബലക്ഷ്മി MS സുബ്ബലക്ഷ്മി ആണ്, അത് ഇനീഷ്യലാണ്. സുബ്ബലക്ഷ്മിയാണ് പേര്, അതുകൊണ്ടാണ് S ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. S ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ I എടുക്കുന്നു, ലതാ മങ്കേഷ്കറിലെ L എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഭാരതരത്ന ലഭിച്ച 5 സ്ത്രീകളുടെ പേരുകൾ നമുക്ക് എങ്ങനെ പഠിക്കാം? മസിൽ എന്നുള്ള പേരിൽ പഠിക്കാം. M ഫോർ മദർ തെരേസ, A ഫോർ അരുണ ആസിഫ് അലി, MS സുബ്ബലക്ഷ്മിയിൽ S ആണ് എടുക്കേണ്ടത്. S ഫോർ സുബ്ബലക്ഷ്മി, ഇന്ദിരാഗാന്ധിയുടെ I, ലതാ മങ്കേഷ്കറിന്റെ L. മസിൽ എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ച് പഠിച്ചാൽ മതി. മസിലാണ് ഭാരതരത്ന ലഭിച്ച 5 സ്ത്രീകളുടെ പേരുകൾ പഠിക്കാനുള്ള കോഡ്. ആദ്യം ഇത് ഒരുപാട് തവണ ഉരുവിടുക. അതിനുശേഷം ഈ ഒരു കോഡ് മാത്രം, ഭാരതരത്ന ലഭിച്ച 5 സ്ത്രീകള് മസിൽ എന്ന് പറയുന്ന കോഡിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിമൈൻഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, കൂട്ടിച്ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാരതരത്ന 2019 ലഭിച്ചത് ആർക്കൊക്കെയാണ് എന്ന് പറയുന്ന ഒരു ചോദ്യം കറണ്ട് അഫയേഴ്സിൽ വളരെയധികം സാധ്യത കൽപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. ഇന്ത്യയുടെ മോസ്റ്റ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഭാരതരത്ന എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പത്മവിഭൂഷണും പത്മഭൂഷണും ഒക്കെ വരുന്നത്. ഏറ്റവും വലിയ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഭാരതരത്നയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത് 2019 ലഭിച്ചിട്ടുള്ളത് പ്രണബ് മുഖർജി, നാനാജി ദേശ്മുഖ്, ഭൂപൻ ഹസാരിക. പ്രണബ് മുഖർജി, നാനാജി ദേശ്മുഖ്, ഭൂപൻ ഹസാരിക, ഇവർക്ക് 3 പേർക്കുമാണ് 2019 ഭാരതരത്ന ലഭിച്ചിട്ടുള്ളതെന്ന് ഓർക്കുക. നമ്മുടെ മസിൽ മറന്നു പോകാതിരിക്കുക. ഭാരതരത്ന ലഭിച്ച 5 സ്ത്രീകളുടെ പേരുകളാണ് പറഞ്ഞത്. മദർ തെരേസ, അരുണ ആസിഫ് അലി, MS സുബ്ബലക്ഷ്മി, ഇന്ദിരാഗാന്ധി, ലതാ മങ്കേഷ്കർ. മസിൽ. ഓക്കെ, അപ്പോ ഈ 2 കാര്യങ്ങളും കണക്ട് ചെയ്ത് ഓർത്തിരിക്കേണ്ടതാണ്. തീർച്ചയായും ചോദിക്കാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ഭാരതരത്ന 2019 ലഭിച്ചത് ആർക്കൊക്കെയാണെന്നുള്ളത്. 3 പേരുണ്ടായത് കൊണ്ട് തന്നെ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന് പറയുന്ന
ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, നമുക്ക് അടുത്ത കോഡിലേക്ക് പോവുകയാണ്. ഈ കോഡ് നിങ്ങൾ ചിലപ്പോൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാനൊന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 നദികളുടെ പേരുകൾ പഠിച്ചിരിക്കാം. അപ്പൊ ഒരുപാട് നദികളും ഒരുപാട് പോഷക നദികളും പഠിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് മാറിപ്പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയാണ്. പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിലും ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. ഓക്കെ, അപ്പൊ ആ മാറിപ്പോകാതിരിക്കാനുള്ള ഒരു ചെറിയ കോഡായിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഓക്കെ, ഈ പേരുകൾ 1, 2, 3, 4 തവണ ഉരുവിട്ട് മനസ്സിലേക്ക് എടുത്തതിന് ശേഷം മാത്രം കോഡ് പഠിക്കുക. കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരുന്ന ഗായത്രി കാൽ വഴുതി ഭാരതപ്പുഴയിൽ വീണു. ഓക്കെ, കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരുന്നാൽ അതൊക്കെ സംഭവിക്കും അല്ലെ? കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരുന്ന ഗായത്രി കാൽ വഴുതി ഭാരതപ്പുഴയിൽ വീണു. ആ ഒരു ചിത്രം, ആ ഒരു ഇമേജ് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ, ആ ഒരു വിഷ്വൽ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഏതാണെന്നുള്ളത് ഇനി നിങ്ങൾ എത്ര കാലം PSC പഠിക്കുന്നുണ്ടോ, എത്ര കാലം എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അപ്പോഴൊന്നും നിങ്ങൾക്ക് മറന്നുപോയില്ല. ഓക്കെ, ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരുന്ന ഗായത്രി കാൽ വഴുതി ഭാരതപ്പുഴയിൽ വീണു. ഓക്കെ, എല്ലാം അതിലുണ്ട്. കണ്ണാടി നോക്കി കണ്ണാടിപ്പുഴ, തൂത്തുകൊണ്ടിരുന്ന തൂതപ്പുഴ, തൂത്തുകൊണ്ടിരുന്ന തൂതപ്പുഴ. ഗായത്രി ആളുടെ പേര്, കഥാപാത്രത്തിന്റെ പേര് ഉൾക്കൊള്ളുക. ഗായത്രി എന്നുള്ളതാണ് കഥാപാത്രത്തിന്റെ പേര്, ഗായത്രിപ്പുഴ. ഓക്കെ, കാൽവഴുതി എന്നുള്ളതിലെ കൽപ്പാത്തിപ്പുഴ ഓർത്തിരിക്കുക. കാൽവഴുതി എന്നുള്ളതിൽ കൽപ്പാത്തിപ്പുഴ ഓർത്തിരിക്കുക. കാൽവഴുതി എങ്ങോട്ടാ വീണത്? നമ്മൾ ഏതിന്റെ കോഡാണ് പഠിക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കൺസെപ്റ്റ് അതാണ്. നമ്മൾ കോഡുകൾ പഠിച്ചിരിക്കും, കോഡ് ഓർമ്മയുണ്ടാവും, പക്ഷെ എന്തിന്റെ കോഡാന്നുള്ളത് മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ എന്റെ കോഡുകളിലൊക്കെ പലപ്പോഴും ഞാൻ ആ കൺസെപ്റ്റും കൂടി നമ്മൾ അതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഓർത്തിരിക്കുക. കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഭാരതപ്പുഴയുടെ 4 പോഷക നദികളാണ് പറഞ്ഞത്. കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരുന്ന ഗായത്രി കാൽ വഴുതി ഭാരതപ്പുഴയിൽ വീണു. ഓക്കെ, കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരുന്ന ഗായത്രി കാൽ വഴുതി ഭാരതപ്പുഴയിൽ വീണു എന്നുള്ളത് മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ മറന്നുപോവില്ല ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണെന്നുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് മസിൽ. ഓക്കെ, ഭാരതരത്ന ലഭിച്ച 5 സ്ത്രീകളുടെ പേരുകൾ മസിൽ. ഭാരതപ്പുഴയുടെ 5 പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ എന്നുള്ളത് മാറിപ്പോകാതിരിക്കാൻ കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരുന്ന ഗായത്രി കാൽ വഴുതി ഭാരതപ്പുഴയിൽ വീണു എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്റെ കൂട്ടുകാരോട് എനിക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്പെഷ്യൽ ക്ലാസ് ചെയ്തിരുന്നു. ഒരുപാട് പേര് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സിലബസ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനും ഏതൊക്കെ ട്രിക്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനും ആ ഒരു സ്പെഷ്യൽ ക്ലാസ് കണ്ടിരുന്നു. ഒരുപാട് പേര് അതിൽ നിന്ന് ചോദിക്കുകയുണ്ടായി. കൂടാതെ മെസ്സേജുകളായിട്ടും കമന്റുകളായിട്ടും സംശയങ്ങളും വരുന്നുണ്ട്. എന്താണ് ഈ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ ഞങ്ങൾക്ക് കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണൊന്നും അല്ലാണ്ടൊന്നും ഉപയോഗിക്കാൻ അറിയില്ല. ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെ എടുക്കുന്നു, ഓരോ ടീച്ചേഴ്സിന്റെ വീഡിയോസ് ഞങ്ങൾ കാണുന്നുണ്ട്, നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് അറിയുകയുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരുമോ, എന്തൊക്കെയാണ് അതിന്റെ അഡീഷണൽ ബെനിഫിറ്റ്സ് എന്നുള്ളതൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഹോം ബട്ടൺ ഏറ്റവും ബാക്ക് സൈഡിൽ അതായത് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഹോം ബട്ടൺ, മൈ ലൈബ്രറി, പ്ലസ്, പ്രൊഫൈൽ എന്ന് പറയുന്ന 4 ഐക്കൺസ് ഉണ്ടാവും താഴെ. അതിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോകും. ഓക്കെ, പ്ലസ് അവേഴ്സ് എന്താണ്, പ്ലസിന്റെ സബ്സ്ക്രിപ്ഷനിലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അവിടെ താഴെ ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഗ്രീൻ ലെറ്റർ ഐക്കൺ അവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത പേജിൽ ഇങ്ങനെ കാണാം, 1 മാസത്തേക്ക്, 6 മാസത്തേക്ക്, 1 വർഷത്തേക്ക് എങ്ങനെയാണ് പ്ലസ് സബ്സ്ക്രിപ്ഷന്റെ ചാർജുകൾ എന്നുള്ളത് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഒരുപാട് ഉപയോഗപ്പെടുന്ന 15ഓളം ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ്സുകളാണ് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്ന രീതിയിൽ, എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ഓരോ സബ്ജക്റ്റുകളിൽ നിന്നുള്ള എക്സ്പേർട്ടുകളാണ് ക്ലാസ് എടുക്കുന്നത്. അവരുടെ എല്ലാവരുടെ ക്ലാസ്സും കേൾക്കാൻ എന്ത് മതി? ഇത് ഒറ്റൊരു സബ്സ്ക്രിപ്ഷൻ മതി എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഓർത്തു വെക്കുക. അപ്പൊ ഞാൻ ആദ്യം തന്നെ കൂട്ടുകാരോട് പറയുന്നത്, പ്ലസിന്റേതായിട്ടുള്ള സവിശേഷതകളുണ്ട്. ഫ്രീ ലെസൺസിൽ എങ്ങനെയാണോ ക്ലാസ്സുകൾ തുടരുന്നത് അത് അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ 1 മാസത്തെ പ്ലസ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. നിങ്ങൾക്ക്
ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, തുടർന്നാൽ മതി. അപ്പോ ആരും തന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ 6 മാസ സബ്സ്ക്രിപ്ഷൻ ആദ്യം തന്നെ ചെയ്യരുത്. എന്താണിതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തെ ചെയ്യുകയാണെങ്കിൽ 1200 രൂപയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. പക്ഷെ അത്രയൊന്നും ചെലവ് വരില്ല. അടുത്ത പേജിൽ ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു പേജിലേക്ക് പോകും. അപ്പൊ ഇവിടെ അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷന് തൊട്ട് മുന്നേ ആയിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, റെഫറൽ കോഡ് അടിച്ചു കൊടുക്കാം. എഡ്യൂക്കേറ്റേഴ്സിന്റെ ഇപ്പൊ എന്റെ റെഫറൽ കോഡ് എന്ന് പറയുന്നത് ആസിഫ് തുളുവത്ത് എന്നുള്ളതാണ്. ASIFTHULUVATH എന്റെ പ്രൊഫൈൽ നെയിം തന്നെയാണ് എന്തായിട്ട് വരുന്നത്, സ്പേസ് ഇല്ലാതെ റെഫറൽ കോഡിൽ ഉപയോഗിക്കാൻ സാധിക്കുക. അത് അവിടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇവിടെ ഞാൻ ആ കോഡ് ഇവിടെ കോഡ് ടൈപ്പ് ചെയ്തുകൊണ്ട് പിന്നെ അപ്ലൈ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ 1200 എന്നുള്ളത് 1080 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് പ്രൊസീഡ് പേയ്മെന്റ് കൊടുത്തിട്ട് കാർഡ് നമ്പർ അടിച്ചുകൊണ്ട് ATMന്റെ കാർഡ് നമ്പർ അടിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ റെഫറൽ കോഡ് ഇവിടെ എഴുതേണ്ടത് എന്താണ്, ആസിഫ് തുളുവത്ത് എന്നുള്ളതാണ്. ASIFTHULUVATH 10% ഡിസ്കൗണ്ട് ലഭിക്കുക. അതിൽ കൂടുതൽ ഡിസ്കൗണ്ട് പൈസക്ക് ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം ആരും തന്നെ എന്ത് ചെയ്യാതിരിക്കല്, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്ലസ് സബ്സ്ക്രിപ്ഷന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താതിരിക്കരുത്. അപ്പൊ അതിൽ കൂടുതലും ആർക്കെങ്കിലും ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അല്ല മെസ്സേജിൽ എന്ത് ചെയ്താൽ മതി, എന്നെ അറിയിച്ചാൽ മതി. അതിനുള്ള സൊല്യൂഷനും നമ്മൾക്ക് തീർച്ചയായിട്ടും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോ അത്രയൊക്കെയാണ് കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനെങ്കിലും ഒരു മാസത്തേക്ക് ഉപയോഗിച്ച് നോക്കിയാൽ തീർച്ചയായും അത് ഉപകാരപ്പെടും. ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ്സുകൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സ് ഇന്നും ഇന്നലെയും നാളെയൊക്കെ ആയിട്ട് ഈ ഒരു ദിവസങ്ങളിലൊക്കെ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അത്രയും ഡ്യൂറേഷനിൽ ജൂൺ 14 എക്സാമിന്റെ തലേ ദിവസം വരെയുള്ള ഷെഡ്യൂൾ ഇട്ടുകൊണ്ടുള്ള ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പ്ലസിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഫ്രീ ലെസൺസ് അതുപോലെ തന്നെ തുടരും. ആ ക്ലാസ്സുകളിൽ ഇതുപോലെ നിങ്ങൾക്ക് കേട്ട് പഠിച്ച് നിങ്ങളുടേതായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാം. പക്ഷെ എക്സ്പേർട്ടുകളുടെ രീതിക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അടുത്ത ലെസണിൽ കൂടുതൽ കോഡുകളുമായിട്ട് കണ്ടുമുട്ടും വരേക്കും എല്ലാവർക്കും നന്ദി. ഈ ഒരു കോഴ്സിന് നിങ്ങൾ നൽകിയ സ്വീകാര്യതയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പക്ഷേ തുടർന്നും ആ ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾ ഓരോ കമന്റുകളിലൂടെയും റിവ്യൂസിലൂടെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് മാനസികമായ ഒരു സന്തോഷമാണ്. ഇനിയും ഇതുപോലെ ഒരുപാടെണ്ണം ആഡ് ചെയ്യാനുള്ള ഒരു സന്തോഷം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. തീർച്ചയായും ആ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും എന്റെ നന്ദി, നമസ്കാരം.